അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത് ഇപ്പോൾ എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്.
ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിൻ്റെ തിരുമുറിവാർന്ന വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ്, ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനായി ഈ നിമിഷം ആശീർവദിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തെ ബന്ധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. ഐസയ 53:4 അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്ത് വിഷയത്തിനാല് ഈ ക്രിസ്തുവിൻ്റെ മിശിഹ എന്ന രീതിയിൽ സഹനദാസൻ എന്ന ക്രിസ്തുവിൻ്റെ ദൗത്യ നിർവഹണത്തെക്കുറിച്ച് ഐസയ 700 കൊല്ലം മുമ്പ് നടത്തിയ ഒരു പ്രവചനമാണിത്. അവൻ വഹിച്ചത് കുരിശായി മുൾക്കിയുടെ മരത്തിലാൽ മുറിവായി അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളാണ്, നമ്മുടെ വേദനകളാണ്. എൻ്റെ ദൈവത്തിലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് ഇപ്പം എനിക്കാണെങ്കിൽ എൻ്റെ സമയത്ത് ഓർക്കുകയെ ആൾക്കാർ എന്നെക്കുറിച്ച് എന്നാ ധരിക്കും, എന്താണ് എപ്പോഴും രോഗശാന്തി എന്നും പറഞ്ഞ് ആൾക്കാരെ നിൽക്കുന്നുണ്ട്. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും കുറേ പേര് അതിൽ അവരുടെ വിശ്വാസബോധം അനുസരിച്ചും ദൈവത്തിൻ്റെ ഇടപെടലനുസരിച്ചൊക്കെ സൗഖ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്, അത് സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ രോഗം ഒഴുതുങ്ങിയിട്ട് നേരമില്ല, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത്, അവൻ്റെ മുറിവിലാണ് നമ്മൾ സൗഖ്യപ്പെട്ടെന്ന് പറയത്തില്ലേ. അപ്പോൾ അവൻ്റെ മുറിവിൽ അതൊരു വചനമാണ്. യെശയ്യാ 53:5 അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ഇത് തന്നെ ഇതിൽ നമ്മുടെ 1 Pet 2:24 നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അവന്റെ മുറിവിലാണ് സൗഖ്യം. ഞാൻ ചില സമയത്ത് ഓർക്കും, എന്തുകൊണ്ടാണ് ഇപ്പം എനിക്ക് കിഡ്നി ഡിസീസ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ ഒരു കാലിലൊരു വ്രണം ഉണ്ടായിട്ട് ഇപ്പോൾ 1.5 മാസമായി, പൊറുക്കണില്ല. രാത്രി ആകുമ്പോൾ കുളിയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന്. മരുന്ന് കഴിച്ചിട്ടും അതിൻ്റെ വലിയ ഗുണങ്ങളൊന്നുമില്ല. ആ വേദനയും രോഗവും നീർക്കട്ടലൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ആൾക്കാർ നിന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പലതരത്തിലുള്ള ശരീരവേദനയും പനിയും ഉറക്കമില്ലായ്മയൊക്കെ വരും. ഇതിൻ്റെ വിഷയം എന്ന് പറയണത് പലപ്പോഴും ഈ വൂണ്ടഡ് ഹീലർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് എടുത്തതാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തണം. ക്രിസ്തുവിൻ്റെ എല്ലാ കാര്യം, നമ്മളെ ആക്ച്വലായിട്ട് നമ്മൾ എന്താ സംഭവിക്കണത്, നമ്മളെ വിശ്വാസത്തിന് മഹാരഹസ്യങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ മരണം ഞങ്ങൾ വിശ്വസിക്കും. മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നല്ലേ പറയണത്. നമ്മൾ കുർബാനയ്ക്ക് എത്രയോ പ്രാവശ്യമാണ് നമ്മൾ മരണം പ്രഖ്യാപിക്കണം. വരെ അറിഞ്ഞിട്ട് പറയണതാണ്. മരണം പ്രഖ്യാപിക്കണത് എങ്ങനെയാണ്? അവൻ്റെ മുറിവ് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അവൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ പ്രഖ്യാപിക്കണത്. അത് ക്രിസ്ത്യാനി കറക്റ്റായിട്ട് മനസ്സിലാക്കണം ആ വിഷയം. നമ്മൾ മുറിവ് സുഖപ്പെടുത്താനാണ് അവൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല വിഷയം. പിന്നെ കുറച്ചുകൂടി മച്ചുവറായി കഴിയുമ്പോൾ
വിശ്വാസം മച്ചുറായി കഴിയുമ്പോൾ വേറെ ഒരു തിരിച്ചു വരുന്നത് എന്താണ്? അവൻ്റെ മുറിവ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതിന് അവൻ്റെ മരണം പ്രഖ്യാപിക്കുക എന്ന് പറയും. എന്താണ്? അവൻ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ പ്രഖ്യാപിക്കണേ. അപ്പോൾ ആ പ്രഖ്യാപിക്കുമ്പോൾ അവൻ ആ മരണം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുകയും. 2:4 യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഈ പൗലോസ് അപ്പോസ്തലന് ഗ്യാസ്ട്രിക് അൾസർ ആയിരുന്നു, കുടലിലെ പുണ്ണായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതമാർ പറയണത്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയണത് എന്താണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മരണം സംവഹിക്കുന്നുവെന്ന്. അതായ വിഷയം. പീഡാനുഭവ കാലത്ത് കുറച്ച് വിവരമുള്ള ക്രൈസ്തവരാകാൻ നോക്കണം നമ്മളെ. അല്ലാതെ കുരിശിൻ്റെ വഴിയിൽ നടത്തി പാട്ടും പാടി ഓരോരോ വിഷയം വരുമ്പോൾ കന്നേ കാളെന്ന് പറഞ്ഞ് നിലയും വിളിച്ച് മാതാവിനെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് കർത്താവിൻ്റെ മരണം ഞാൻ എൻ്റെ ശരീരത്തിലെ അവൻ്റെ ജീവൻ എന്നിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി അവൻ്റെ മരണത്തെ ഞങ്ങൾ സംവഹിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അപ്പോസ്തലിക പാരമ്പര്യം എന്ന് പറയണത്. നമ്മൾ അപ്പോസ്തലിക ചർച്ച എന്ന് സഭയെന്ന് പറയുമ്പോൾ അപ്പോസ്തലിക പാരമ്പര്യത്തിലുള്ള സഭയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ദൈവം എനിക്കങ്ങനെ വന്ന് വരുത്തിയല്ലോ, ഞാൻ പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ടെനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്നിട്ട് എനിക്ക് അപകടം സംഭവിച്ചല്ലോ എന്ന് അങ്ങനെയൊന്നും പറഞ്ഞ് ഓരോ ദൈവത്തിനെ പ്രതികൂട്ടിലാക്കാൻ നോക്കരുത് ഒരിക്കലും. വേദപാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചത് മാത്രമല്ല, അത് ടെക്സ്റ്റ് ബുക്കുകളാണ്. ജീവിതമാണ് ജീവിത അനുഭവങ്ങളാണ് വേദപാഠം എന്ന് പറയുന്നത്. അതിൽ എല്ലാ കാലവും മാതാവിന് എല്ലാ അനുഭവങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ളതാണെങ്കിലും നമുക്കും എല്ലാ അനുഭവങ്ങളും ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ഏറ്റെടുത്ത് പ്രഘോഷിക്കാനും പ്രഖ്യാപിക്കാനും അതുവഴി ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ പ്രകടമാകാൻ വേണ്ടി ദൈവത്തിൻ്റെ 10 ഭാഗമായിട്ട് സ്വീകരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈശോയെ സാക്ഷിയാക്കിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 എൻ്റെ പേര് രേഷ്മ. ഞാൻ കാഞ്ഞിരപ്പള്ളി ചോറ്റി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ കാരണം 2023 അത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അത് ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അന്നേരം അവിടെ ഒരു ലൈസൻസ് എക്സാം ഉണ്ട്. അന്നേരം എക്സാം ഒരു 4 തവണയോളം അവിടെ നിന്ന് എഴുതിയിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാം, അവിടെ എക്സാം പാസ്സായി കഴിഞ്ഞാലേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം എനിക്കൊരു ചെറിയൊരു മനസ്സിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. പഠിച്ചതല്ലേ, 4 വർഷം നഴ്സിംഗ് പഠിച്ചതല്ലേ ഈ എക്സാമിന് വരത്തുള്ളൂ. അന്നേരം പിന്നെ എന്തിനാ അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് 4 തവണയോളം എക്സാം എഴുതിയിട്ടും കിട്ടിയില്ല. ഞാൻ ഓൾറെഡി ഉടമ്പടി എടുത്തു. അതിനുശേഷം എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഉടമ്പടി ഉപ്പില്ല, തൈലമില്ല, കാശുരൂപമില്ല, പിന്നെ എങ്ങനെയാണ്? അങ്ങനൊരു രീതിയിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. പിന്നെ എക്സാം പാസ്സാവാതെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു നാട്ടിൽ പോയി എക്സാം എഴുതിയിട്ട് തിരിച്ചങ്ങോട്ട് വരാൻ പറഞ്ഞു. അവരെന്നെ നാട്ടിലോട്ട് വിട്ടു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് 2024 മാർച്ച് 25 ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഇവിടെ വന്ന് നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു. കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ എഴുതാത്ത കാര്യങ്ങളാണ് മാതാവ് എനിക്ക് ആദ്യം സാധിച്ചു തന്നത്. ഫാമിലിയിലായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സമാധാനം എന്ന് പറയുന്നൊരൊന്നും ഇല്ലായിരുന്നു. എക്സാമിൻ്റെ ടെൻഷൻ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ട് അതൊക്കെ ആദ്യമേ തന്നെ ഉടമ്പടിയിൽ ഞാൻ എഴുതാതെ തന്നെ മാതാവ് എനിക്കത് ആദ്യം മാറ്റി തന്നു. സമാധാനം ഉണ്ടായി. പിന്നെ കുറേശ്ശെ ആദ്യമൊക്കെ ഞാൻ മാതാവിനോട് ഈശോയോട് ഇങ്ങനെ പരാതി പറയായിരുന്നു, എന്തിനാ എന്നോട് ഇങ്ങനെ എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. കാരണം ഇത്രയും തവണ പരീക്ഷ എഴുതി, ജോലി നഷ്ടപ്പെട്ടു, ഒരുപാട് കാശ് ഇതിനു വേണ്ടി ചിലവായി. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമത്തിൽ ഞാനിങ്ങനെ മാതാവിനോട് ഈശോയോടും പരാതി പറയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ ആ പരാതി പറച്ചിലങ്ങ് നിർത്തി. പിന്നെ എനിക്ക് എന്തൊക്കെയോ സന്തോഷങ്ങൾ എനിക്കിങ്ങനെ കിട്ടാൻ തുടങ്ങി. എന്ത് പരാജയം വന്നാലും അത് ബോൾഡായിട്ട് നിന്ന് ഒക്കെ സാഹചര്യങ്ങൾ നേരിടാനുള്ള ഒരു ശക്തി ദൈവം എനിക്ക് തന്നു. അതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പണ്ട് മുതലേ തന്നെ മാതാവിന് ഈശോയോടും ഒക്കെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലൊക്കെയാണ് പഠിച്ചത്. അങ്ങനെ ഞാൻ പണ്ട് മുതലേ പള്ളിയിലൊക്കെ പോവും, പ്രാർത്ഥിക്കും. എനിക്ക് പണ്ട് മുതലേ ഈശോയോടും മാതാവിലും വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഈശോയും മാതാവും ഒക്കെ സാധിച്ചു തന്നിട്ടുണ്ട്.
പിന്നെ കൃപാസനത്തിൽ ഇങ്ങനെ പള്ളിയുണ്ടെന്നറിയാമെന്നല്ലാതെ കൂടുതലൊന്നും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയിട്ടില്ലായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഫോണിൽ ഇതുപോലൊക്കെ ഈ അച്ഛൻ്റെ ധ്യാനവും വീഡിയോകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസം വന്നത്. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കി, രണ്ടാമത്തെ തവണ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കാശ് രൂപ എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, കാശ് രൂപ നഷ്ടപ്പെട്ടാൽ വീണ്ടും ഉടമ്പടി എടുക്കണം. അന്നേരം ഞാൻ വീണ്ടും ഒന്നും കൂടെ ഞാൻ ഉടമ്പടി എടുത്തു. അത് ഈ 2025 ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി. രണ്ടാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അന്നേരം 7ാമത്തെ തവണയാണ് പ്രോമെട്രിക് എക്സാം എഴുതുന്നത്. അപ്പം തന്നെ അത് ആലോചിച്ച് നോക്കി, OET IELTSഉം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 5 തവണ 6 തവണ 7 തവണ എന്നൊക്കെ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പ്രോമെട്രിക് 7 തവണ എഴുതാമെന്ന് പറയുമ്പോൾ എൻ്റെ അവസ്ഥ അത്രയ്ക്ക്, ഞാൻ അന്നേരം എക്സാമിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ മാതാവി തന്നെ ലാസ്റ്റത്തെ തവണയാണ്, ഇനി എനിക്ക് പരീക്ഷ എഴുതാനുള്ള പൈസയില്ല, ഞാൻ 0 ആയിട്ട് നിൽക്കുകയാണ്, ഇനി പരീക്ഷ എഴുതാനുള്ള പൈസയില്ല, എനിക്കിനി വേറൊരു മാർഗം എൻ്റെ മുമ്പിലില്ല, അമ്മ മാതാവ് ഈശോയെ തന്നെ എന്നെ ജയിപ്പിച്ച് തന്നെ പറ്റുള്ളൂ, എനിക്ക് വേറൊരു മാർഗ്ഗം ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. ഈ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ ഒരു ദിവസം വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോഴത്തേനും എനിക്ക് തിരിയിൽ ഈശോയുടെ രൂപം ഇങ്ങനെ തെളിഞ്ഞ് കണ്ടു. ഞാൻ ഒരു 5-10 മിനിറ്റോളം ഞാൻ ഫോണിൽ ഞാനിങ്ങനെ കണ്ടു. ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ട് അതിന് ശേഷമാണ് ഞാൻ എക്സാം പാസ്സാവുന്നത്. എക്സാം ഞാൻ എഴുതാൻ പോകുമ്പം ഈ ഉടമ്പടി കാശ് രൂപം തൈലം എല്ലാം ഞാൻ കൊണ്ടുപോയി. അവിടെ പോയിട്ട് എനിക്കൊരു വൈകുന്നേരമായിരുന്നു എക്സാം. അവിടെ ചെന്നു അവരെ ആരും കാണാതെ ഒരു സ്ഥലത്ത് ഞാൻ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എക്സാം സെൻറ്ററിൽ കയറിയിരുന്നു. നോക്കുമ്പം എനിക്ക് ആകെ കൂടെ 3-5 ക്വസ്റ്റിന് ആകെ അറിയാവുള്ളൂ ആൻസർ. 55% മാർക്കും വേണം. ഞാൻ ഇതുവരെ എഴുതിയതിൽ ഏറ്റവും പാടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് അതായിരുന്നു. എൻ്റെ മാതാവെ ഞാൻ തോറ്റുപോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഞാൻ അവിടെ കാണിച്ചു വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലാൻ മറന്നില്ല. ഞാൻ അത് മാത്രം ചൊല്ലിക്കൊണ്ട് ഞാനത് സ്ക്രോൾ ചെയ്ത് എത്രയും ക്വസ്റ്റ്യൻ, 150 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത്രയും ഞാൻ അവിടെ ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ തോറ്റുപോയി എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കൊരു സങ്കടമോ വിഷമമോ അന്നേരവും വന്നില്ല. ഇതില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും നോക്കുമെന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിന് ധൈര്യമായിരുന്നു. സാധാരണ എക്സാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ഒരു 5 മിനിറ്റ് പോലും വേണ്ട. എക്സാം സെൻറ്ററിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ അന്നേരം നമ്മുടെ മെയിൽ ID യിൽ റിസൾട്ട് വരുന്നതാണ്. അന്നത്തെ ദിവസം എനിക്ക് റിസൾട്ട് വന്നിട്ടില്ല. രാത്രിയായിട്ടും വന്നില്ല. അത്രയൊക്കെ ഞാൻ ടെൻഷനോടെ നോക്കുന്നുണ്ട്. രാത്രിയായിട്ടും വന്നില്ല. പിറ്റേ ദിവസം വെളുപ്പിനെ ഞാൻ 5:30 ഇവിടുത്തെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലാൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ പരീക്ഷയുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഫോണിൽ നോക്കിയിട്ട് പറഞ്ഞു, എടി റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു അത്ഭുതമാണ് സംഭവിച്ചത്. കാരണം ഞാൻ പാസ്സാവുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ആകെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ അറിയത്തുള്ളൂ. ആ ക്വസ്റ്റ്യൻ കൊണ്ടൊന്നും അറിയാവുന്ന ആൻസർ കൊണ്ടൊന്നും ഇത്രയും 55% മാർക്ക് മേടിക്കാൻ പറ്റത്തില്ല. അത്രയും വലിയൊരു കൃപ അനുഗ്രഹമാണ് എൻ്റെ ഈശോപ്പെ അമ്മ മാതാവ് എനിക്ക് തന്നത്. അതിനുശേഷം ഞാൻ മൂന്നാമത് പുതുക്കിയതിന് ശേഷം ഇവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞു, വിസ വന്നിട്ടില്ലല്ലോ, വിസ വന്നു കഴിഞ്ഞാൽ സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ പുതുക്കലിന് ശേഷം കുറച്ചൊരു താമസം ഉണ്ടായിരുന്നു കാര്യങ്ങൾക്കൊക്കെ. കാരണം എനിക്ക് വിസ വന്നില്ല, വേറെ ഒന്നും ആ സംഭവം നടന്നില്ല. പിന്നെ എൻ്റെ എന്നോട് തിരിച്ച് എക്സാം പാസ്സായി നീ തിരിച്ച് വന്ന് അവരെന്നോട് എടുക്കാമെന്ന് എന്നോട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എക്സാം പാസ്സായി എന്ന് അവരറിഞ്ഞപ്പോൾ അവരെന്നെ തിരിച്ച് വിളിച്ചു. എന്നോട് പറഞ്ഞു, നീ അങ്ങോട്ട് തന്നെ വാ എന്ന് അവരെന്നോട് ഇങ്ങോട്ട് പറയുമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടി വിസയൊക്കെ അവർ തന്നെ, എനിക്ക് വിസയ്ക്ക് പൈസയൊന്നും കൊടുക്കേണ്ട, അവർ തന്നെ എനിക്ക് വിസയൊക്കെ ഇങ്ങോട്ട് അയച്ചു തരിക ചെയ്തത്. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഈ മൂന്നാമത് പുതുക്കി കഴിഞ്ഞപ്പോൾ ശേഷം ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ അവരവിടെ അപ്ലൈ ചെയ്തപ്പോഴത്തേനും കുറച്ച് റിജക്ഷനൊക്കെ വന്നു. അന്നേരം ആ സമയത്ത് ഞാൻ അന്നേരം തന്നെ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഈ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. 2-3 ദിവസത്തിനുള്ളിൽ എൻ്റെ ഈ തടസ്സം മാറ്റിത്തന്നു. എനിക്ക് ഈ 4ാമത്തെ പുതുക്കലിന് എനിക്ക് വിസ വന്നു. പിന്നെ വിസ വന്നതിന് ശേഷം മെഡിക്കൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ എനിക്ക് മെഡിക്കൽ എടുത്തപ്പോഴത്തേനും ഒരു ചെസ്റ്റിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ തവണ ആ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. മെഡിക്കലെല്ലാം പാസ്സായി. വിസ സ്റ്റാമ്പിങ് കാര്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ നടന്നു. അതിനുശേഷം ഈ മാർച്ച് 8-ാം തീയതി, വരുന്ന 8-ാം തീയതി ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം ഈ
ഗൾഫിലൊക്കെ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇതുവരെ എൻ്റെ ടിക്കറ്റ് ഇതുവരെ ക്യാൻസൽ ആയിട്ടില്ല. വേറെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും പ്രാർത്ഥനയിൽ എൻ്റെയും കൂടെ ഓർക്കണം, ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. പിന്നെ ഇതെൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെ ഇതുപോലെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അമ്മ ഒരു 10 വർഷമായിട്ട് അമ്മയ്ക്ക് ശ്വാസം മുട്ടലുണ്ട്. ഈ ഉടമ്പടിയിൽ നേസവസ്തുക്കൾ ഉപയോഗിച്ചതിന് മൂലം അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ശ്വാസം മുട്ടലും കാര്യങ്ങളും എല്ലാം മാറി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ ഇതിപ്പോൾ ഒരു അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം എനിക്ക് പാസ്സാവാൻ എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഒരിക്കലും പാസ്സാവില്ല എന്ന് ഞാൻ ദൈവത്തിനോട് പറഞ്ഞു കഴിഞ്ഞു. കാരണം എനിക്ക് ആദ്യം ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, പഠിക്കുന്ന കാര്യമല്ലേ, അതിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അങ്ങ് എഴുതിയാൽ പോലെ എഴുതിയാൽ കിട്ടും എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരം എന്തായാലും ഈ ഒരു ഇതുകൊണ്ട് മാറി. ദൈവത്തിൻ്റെ കൃപയിൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എക്സാം പാസ്സായത്. എനിക്ക് വിസ വന്നു, ഇപ്പോൾ ടിക്കറ്റ് വന്നു, എല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഞാൻ ഇതിലൂടെ അറിഞ്ഞു. എൻ്റെ ഈശോപ്പയ്ക്ക് അമ്മ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ഈ ഒരു അൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സഹായിച്ചതിന്, അനുഗ്രഹിച്ചതിന്. എപ്പോഴും ഞാൻ വരുമ്പോഴത്തേന് ഇവിടെ എല്ലാവരും ഇങ്ങനെ ഒന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, മാതാവേ ഈശോപ്പയ്യ എന്നാണ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നത് എന്നൊരു. അന്നേരം അമ്മ മാതാവിൻ്റെ ഒരു പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കി അമ്മേനെ ഉയർത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ആത്മീയമായി ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ പത്രം വാങ്ങിച്ച് ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കും. പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ പൊതിച്ചോറ് വാങ്ങി ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ മേടിച്ച് പൊതിച്ചോറ് ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഓർഫനേജിലൊക്കെ പോകും, അവിടുത്തെ പിള്ളേരെ കാണും, അവർക്ക് വേണ്ടത് ഞങ്ങളെക്കൊണ്ട് പറ്റുന്നൊരു സഹായം കാശ് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവർക്ക് വേണ്ട ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോഴത്തേനും ഞാൻ ബസ്സിൽ പോയിട്ട് പകുതി വഴിക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഞാൻ പത്രം കൊടുത്ത് സ്റ്റാൻഡിലോട്ട് പോകുന്നത്. പിന്നെ പത്രം കൊടുത്ത് എല്ലാവരും ഒന്നും എന്നോട് വേണ്ടാന്നൊന്നും പറയാറില്ല. വേണ്ടാന്ന് പറയുന്നവർക്ക് ഞാൻ കൊടുക്കാറില്ല. അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല, അവർ ആ പത്രം എവിടെയെങ്കിലും കൊണ്ട് കളയത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കാറില്ല. പിന്നെ ആത്മീയമായിട്ട് വളർന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് കൊന്ത ചൊല്ലാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഞാൻ സ്വർഗസ്നായ പിതാവേ നന്മ നിറഞ്ഞ പറയുകയും അല്ലാതെ ജപമാല ചൊല്ലാനുള്ള എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ യൂട്യൂബിൽ നോക്കി ജപമാല ചൊല്ലാൻ പഠിച്ചു. പിന്നെ ബൈബിൾ വായിക്കത്തില്ലായിരുന്നു. ബൈബിൾ വായിക്കാൻ അങ്ങനെ അറിയത്തില്ല എന്ന് വെച്ചാൽ ബൈബിളൊന്നും കയ്യിലില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ബൈബിള് വായിക്കാൻ തുടങ്ങി. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറില്ല. എനിക്ക് അങ്ങനെ ഒരു ബോധമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനൊരൊന്നും എനിക്ക് നേരത്തെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടി ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. അവരുടെ ദുഃഖത്തിലും എനിക്കും ദുഃഖം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ ഉപവാസം എടുക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് എന്നും കൂടാറുണ്ട്. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതുണ്ട്. സാക്ഷ്യമാണെങ്കിലും അതുപോലെ തന്നെയാണ്. പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു വിഷമം പറയുമ്പോൾ ഞാൻ പറയും, ഇവിടെ പോയി എനിക്ക് ഇങ്ങനെയൊക്കെയാണ് മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ എക്സാമിൻ പഠിക്കാൻ വന്ന പിള്ളേരുണ്ടായിരുന്നു. അവരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു കുട്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് പുള്ളിക്കാരി MOH ഒക്കെ കിട്ടി കയറിപ്പോയി. പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ കൊണ്ടുവരാനും പറയാനും അവരെക്കുറിച്ചൊക്കെ അറിയിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതുവശത്തുണ്ട്. സങ്കീർത്തനം 121 5-ാം വചനമാണ്. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ. ദൈവം ഉറങ്ങാത്ത ഒരു കാവൽക്കാരനാണ്. നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം തൻ്റെ വലത് കൈയുടെ നിഴലിലാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. ഭയം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നമ്മൾ കടന്നു പോയാലും ഉടമ്പടി മക്കൾക്ക് ദൈവമാണ് കാവൽക്കാരൻ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ രോഗമാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടാവാം, ജോലി ഇല്ലായ്മയാവാം, കുടുംബ പ്രശ്നങ്ങളാവാം. ഇതിലെല്ലാം ഉടമ്പടി മക്കൾക്ക് കർത്താവാണ് കാവൽക്കാരൻ എന്നാണ് ഓരോ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ യാത്രകളിലും ജീവിതമാകുന്ന യാത്രയിലെ പ്രതിസന്ധികളിലും വചനം നമുക്ക് ഉറപ്പ് നൽകുന്നത് കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ എന്നാണ്. ഉടമ്പടിയിൽ കൂടെ ദൈവത്തെ നമ്മുടെ കാവൽക്കാരനായിട്ട് സ്വീകരിക്കുന്നു.
വിശ്വാസത്തിലൂടെ, വിശ്വസ്തതയിലൂടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിഴലായി ഈശോയും അമ്മയും കൂടെയുണ്ട്. ഉടമ്പടി പാലിക്കുമ്പോൾ ദൈവ സംരക്ഷണവും ദൈവസ്നേഹവുമാണ് നാം ഓരോ നിമിഷവും നാം ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഭയത്തിന് പകരം വിശ്വാസമാണ്, ഭയത്തിന് പകരം ധൈര്യമാണ്. ഒരമ്മ തൻ്റെ മക്കളെ നിഴലിൽ ചേർക്കുന്നത് പോലെയാണ് കൃപാസനം അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ദൈവത്തിൻ്റെ കാവൽ നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഉള്ള ഒരു വലിയ സാക്ഷ്യമാണ് രേഷ്മ നമ്മളോട് പങ്കുവച്ചത്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയാണ്, കൃപാസനം അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ആ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയിലും അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിക്കാം. കൃപാസനം മാതാവ് നമുക്ക് വേണ്ടി ഇടപെടുന്ന അമ്മയാണ്. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, സ്ഥിരതയോടെ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകാനായിട്ട് ഈശോ അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രേഷ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ന്ന് വരുന്നു ശക്തികുളങ്ങര ഇടവക ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തിയ എൻ്റെ ദൈവം മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. 4-ാം മാസം 10-ാം തീയതി വന്ന് ആദ്യം ഉടമ്പടി എടുത്തപ്പം ഉടമ്പടി എടുത്തത് എനിക്ക് ഇവിടെ അറിയത്തത് പോലും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പള്ളിയിൽ വെച്ച് പറഞ്ഞ് അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം അവൾക്ക് ഒത്തിരി നന്മകളുണ്ടായെന്ന്, അവളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുത്തെന്ന്. അപ്പം ഞാനാണെങ്കിൽ ഒത്തിരി സങ്കടത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ച് 15 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. അപ്പം എനിക്ക് ശരിക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത എൻ്റെ നിസ്സഹ അവസ്ഥയിലായിരിക്കുക. അങ്ങനെ ഞാനിതറിയുന്നത് എൻ്റെ മകൻ ഗൾഫിൽ പോയിട്ട് അവന് ജോലിയൊന്നുമില്ലാതെ വിഷമിച്ച് നടക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പം അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു 90 ദിവസമാകുമ്പോഴേ വരത്തോളെന്ന് പറഞ്ഞു. ഞാനാണെങ്കിലോ എൻ്റെ മനസ്സങ്ങ് അമ്മയെ കണ്ടോളാൻ വയ്യ, ഞങ്ങൾ വെമ്പൽ കൊള്ളുന്നു, ഇവിടം വരാൻ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച കൊല്ലം ബസ് സ്റ്റാൻഡിൽ ചെന്ന് വണ്ടി കയറി ഇവിടെ വന്ന് ഇറങ്ങി. അവിടുന്ന് ഞാനിവിടെ വന്ന് ആദ്യം ഓടി വന്ന് അമ്മേനെ എനിക്കൊരു നോക്ക് കാണണമെന്നായിരുന്നു. ഞാൻ ഓടി വന്ന് അമ്മയെ കണ്ട്. അപ്പം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ കണ്ണ് നിറയെ കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് ഞാൻ പോയി ഉടമ്പടി കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന്. അപ്പോൾ എൻ്റെ 6 നിയോഗങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഒരു നേരം, അപ്പം വീട്ടിൽ പോകാൻ നേരമായപ്പം എനിക്ക് അറിയത്തില്ല ഇവിടെ പൈസ ചിലവുണ്ടെന്നൊന്നും. അപ്പം ഞാൻ അത്യാവശ്യം വണ്ടിക്കൂലിക്കുള്ളതുമായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കൊരു 50 രൂപയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളായിരുന്നു. ഞാനിങ്ങനെ കുറേ മുഖങ്ങളെ നോക്കി, എനിക്ക് ആരോടും ചോദിക്കാൻ പറ്റിയില്ല. അവസാനം ഞാൻ നോക്കിയപ്പം എൻ്റെ മോനെപ്പോലെ ഒരു മോൻ അവിടെ നിൽക്കുന്നു വെളിയിൽ. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞ് രഹസ്യമായിട്ട്, മോനെ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ കുറവാണ്, എനിക്കൊരു 50 രൂപ തരുമോ മോൻ, അമ്മയ്ക്ക് വീട്ടിൽ പോകാനാന്ന് പറഞ്ഞു. അപ്പോൾ ആ മോൻ എനിക്ക് തന്നു. അപ്പോൾ എനിക്കൊരു സംശയം, മോനിനി വണ്ടിക്കൂലിക്ക് പൈസയുണ്ടോ? അപ്പം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, മോന് വണ്ടിക്കൂലിക്ക് പൈസയുണ്ടോ? അമ്മയ്ക്ക് തന്നതിന് മോൻ്റെ വണ്ടിക്കൂലിയാണോ? അപ്പം മോൻ എന്നോട് പറഞ്ഞ്, അമ്മയില്ല, കിടക്കുന്ന വണ്ടിയിലാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയി. എൻ്റെ വീട്ടിൽ ചെന്ന് കയറി ഞാൻ ഉടമ്പടി അമ്മയുടെ പ്രാർത്ഥന ചൊല്ലി, മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥന ചൊല്ലി, എൻ്റെ നിസ്സഹാവസ്ഥയോടുകൂടി തന്നെ ഞാൻ ആയിരുന്ന അവസ്ഥയിൽ പ്രാർത്ഥിച്ച് എന്നെ ജീവിതത്തിലേക്ക് അമ്മ മാതാവ് ഇറങ്ങി വന്ന് മഴ പെയ്യുന്നത് പോലെ കൃപ ചൊരിയാൻ തുടങ്ങി. എൻ്റെ മകന് ജോലിയായി. അവൻ ജോലി ചെയ്യുന്നിടത്ത് പൊന്ന് വാരി കൊടുക്കുന്ന കണക്ക് സമ്പത്ത് കൊടുത്ത് കൈ നിറയെ അവനതെല്ലാം എനിക്ക് അയച്ചു തന്ന് എൻ്റെ കടബാധ്യതകളിൽ മാറി. എനിക്ക് കൊടുക്കാനും കഴിക്കാനും ഒന്നുമില്ലായിരുന്നു. ദരിദ്രമായ അവസ്ഥയായിരുന്നു. അവിടെയെല്ലാം നിറവ് കൊണ്ട് നിറച്ച് എനിക്ക് കൈ നിറയെ ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രം വാങ്ങിച്ചു തന്നു. എനിക്ക് കയ്യിലും കഴുത്തിലും കാതിലും എല്ലാം ഇടാൻ പൊന്ന് തന്ന്
വാഹനങ്ങളൊന്നുമില്ലായിരുന്നു. വാഹനങ്ങൾ തന്ന്, അതും വില കൂടിയ വണ്ടി, ഒരു ആക്റ്റീവായും അല്ലാതെ മോന് കോമ്പസിൻ്റെ ഒരു വണ്ടി, അങ്ങനെയെല്ലാം തന്ന് പുരയിടം വേണമെന്ന് പറഞ്ഞു പള്ളിമുറ്റത്ത്. അപ്പോൾ ഞങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലം 200 ലിൻസും കൂടി കൂട്ടി 10 സെൻറ്റ് സ്ഥലവും അമ്മ തന്നു. അതും നല്ല വിലയുള്ള പുരയിടം ശക്തികുളങ്ങര പള്ളിയുടെ അടുത്ത്. അങ്ങനെ അമ്മ ഞങ്ങൾക്ക് എല്ലാം തന്നു. 1 വർഷം ആകുന്നതിനകത്ത് വെച്ച് ഇതെല്ലാം തന്നു. എനിക്ക് സാക്ഷ്യം പറയണമെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ ചുരുക്കിയൊക്കെ എഴുതിക്കൊണ്ട് കൊണ്ടുവരും. എന്നിട്ട് ഇവിടുന്ന് ഒപ്പിട്ട് മേടിക്കും, ഞാനങ്ങ് പോകും. എന്തോ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ആണോ എനിക്കറിയത്തില്ല, ഭയങ്കരമായ ഒരു പേടി. അതായത് ഇത്രയും സാമ്പത്തിക തകർച്ചയിൽ കിടന്ന ഞങ്ങൾ ഇങ്ങനെ ഉയർത്ത് വന്നത് എനിക്ക് പറയാൻ ഭയങ്കരമായ പേടി. ഇനി മനുഷ്യൻ തെറ്റിദ്ധരിക്കുമോ, എങ്ങനെ ആയിരിക്കും ഒന്നൊന്നും പറയാൻ വയ്യാത്ത കണക്ക്. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പം ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയ കാര്യങ്ങൾ ഞാനതുകൊണ്ട് ആരോട് പറയാതിരുന്നില്ല, മനുഷ്യരോട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ആൾത്താരെ കയറി നിന്ന് പറയാനുള്ള ധൈര്യമോ മനഃശക്തിയോ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ഇത്രയും നാളും അത് പറയാതെ തന്നെ നടന്നു. ഇതിനിടയ്ക്ക് വെച്ച് ജീവിത തകർച്ച വന്ന്, തന്നതിനേക്കാൾ ഇരട്ടി സാമ്പത്തിക കടബാധ്യതകളൊക്കെ വന്ന്, അപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഞാൻ വിഷമിച്ച് കുറച്ച് നാൾ ഞാനൊരു വല്ലാത്ത മാനസിക അവസ്ഥയിലോട്ട് കടന്നുപോയി. അപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്തില്ല. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് ചോദിച്ചപ്പം പറഞ്ഞ് അത് അസാധുവായി പോയി, ഒരു പുതിയ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ വീണ്ടും 2024 6-ാം മാസം 6-ാം തീയതി ഞാനിവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്ത്. ആ ഉടമ്പടിയിൽ എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. അതായത് വിശുദ്ധ ബലി അർപ്പണത്തിന് പങ്കെടുക്കണം, നിത്യബലി പങ്കെടുക്കണം, കുടുംബ പ്രാർത്ഥന ചൊല്ലണം, മാക്സിമം ഇതിൽ പറഞ്ഞിരിക്കുന്നതൊന്നും കൂടാതെ ചെയ്യണം. പിന്നെ മാനുഷികമായ തലത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നുന്ന ചെറിയ കുശുമ്പോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ മനുഷ്യനായിരിക്കെ എനിക്ക് എൻ്റേതായ കുറേ സ്വഭാവങ്ങൾ വന്നിട്ടുമുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെ കടന്നുപോയി. ഞാൻ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് പത്രം എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ 2-3 ഡേറ്റൊക്കെ ആണെങ്കിലും നമ്മൾ ചെല്ലുമ്പം ഞാൻ റോഡൊക്കെ നടന്ന് കൊടുക്കുമ്പം പറയും ഇത് കിട്ടിയെന്ന് പറയും. അത് കാരണം ഞാൻ ഒക്ടോബർ മാസം 2025 ഒക്ടോബർ മാസം 1-ാം തീയതി തന്നെ ഞാൻ ഓടി വന്ന് വണ്ടി കയറി ഇവിടെ വന്ന് 10 കെട്ടെടുത്ത്. ഞാനിവിടെ വരുമ്പോൾ അച്ഛൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി. ഞാൻ ടൗണിൽ ഇറങ്ങിയിട്ട് അവിടെ നടന്ന് എല്ലായിടത്തും കൊടുത്ത്, ഓട്ടോക്കാർക്കും അങ്ങനെ കടകളിലും എല്ലാം കൊടുത്തിട്ട് ഞാൻ രാത്രിയായപ്പം തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ബലിയർപ്പണം ഞാൻ മുടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ 6-ാം തീയതിയും ഞാൻ നിത്യബലിക്ക്, അതായത് അമ്മയുടെ ജപമാല തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് വൈകുന്നേരം വരെയും ബലിയർപ്പണമുണ്ട്. അപ്പം ഞാൻ കൊല്ലത്ത് ബലിയർപ്പണത്തിന് വരുമ്പോഴാണ് എനിക്ക് ഈ അപകടം ഉണ്ടാകുന്നത്. എൻ്റെ ഓട്ടോയിൽ ഒരു തേങ്ങ ലോഡ് വന്ന വണ്ടി വന്ന് ഇടിച്ച് എൻ്റെ ഈ കൈയുടെ ഉടുപ്പ് പൊക്കണമേ, ഉടുപ്പ് പൊക്കണമേ. എൻ്റെ ഈ കൈയുടെ പുറത്തൂടെ ആ ലോഡ് വണ്ടി കയറി എൻ്റെ മസിലും എൻ്റേതായ ഈ കൈയുടെ അകത്ത് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും മുട്ടിന് മേളിലോട്ടും ഈ ഷോളർ വരെയും മുറിഞ്ഞു പോയി, ഓപ്പണായിപ്പോയി. എങ്കിലും പരിശുദ്ധ അന്നേരവും ഞാൻ എൻ്റെ 91-ാം സങ്കീർത്തനം ചൊല്ലിയാണ് ഞാൻ ആ വീഴ്ചയിലും വീഴുന്നത്. അപ്പോഴത്തേനും ഞാൻ നോക്കുമ്പം എനിക്ക് അങ്ങോട്ട് നോക്കാനൊന്നും സാധിക്കുന്നില്ല, കാരണം അവിടെ എന്തോ സംഭവിച്ച് മുറിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അസ്ഥിക്ക്, ആ വണ്ടിയുടെ വീല് കയറിയെന്ന് പറയുന്ന എൻ്റെ അസ്ഥിക്ക് ഒരു കുഴപ്പവും വരുത്താതെ പരിശുദ്ധ അമ്മ മാതാവും ഈശോയും എല്ലാ വിശുദ്ധരും സർവ്വവിശുദ്ധരും മാലാഖമാരും എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ച് കാത്തു പരിപാലിച്ചു എന്ന് ഞാൻ അറിയുന്നു. പിന്നീട് എന്നെ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തിരുവനന്തപുരത്ത്.
അവിടെ കൊണ്ടുവന്ന് ആ രാത്രി ഓപ്പറേഷൻ ചെയ്ത് എന്നിട്ട് തിരിച്ച് വീണ്ടും, കാരണം ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. പിന്നീട് രണ്ടാമത്തെ ഓപ്പറേഷൻ നടത്തി, അതും ക്ലിയർ ആയില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ അമ്മയുടെ റാലി നടക്കുന്ന ദിവസം പ്രഭാതത്തിൽ ഒക്ടോബർ 25-ാം തീയതി എൻ്റെ മൂന്നാമത്തെ ഓപ്പറേഷൻ നടത്തി. കാരണം എൻ്റെ തുടയിൽ നിന്ന് ആവശ്യമായതെല്ലാം എടുത്തു വെച്ച് മൂടിയാണ് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസമായപ്പം എന്നെ അവിടുന്ന് ഡിസ്ചാർജാക്കി. അപ്പോൾ ഡോക്ടർ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം എന്നെ കൊണ്ടുപോയി അവിടെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ ഇങ്ങനെയാ, ഈ വ്യക്തിക്ക് ഇത്രയും പ്രായമുള്ളത് കൊണ്ട് 21 ദിവസമാകുമ്പം ഈ തുടയിൽ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് അവിടെ ക്ലിയറായി, അവിടെ അവർ ചെയ്തു വച്ചിരിക്കുന്ന ആ ബാൻഡേജ് എല്ലാം അത് നിലത്ത് വീണെങ്കിൽ മാത്രമേ ഞാൻ സുഖം പ്രാപിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം അല്ല എങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ആസ്പത്രിയിൽ നിന്ന് വരുമ്പോഴേ ഞാനൊരു ശാഠ്യം പിടിച്ചിരുന്നു. എനിക്ക് ജോസഫച്ചൻ്റെ കൈവപ്പ് വേണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് എന്നെ കൃപാസന അമ്മയുടെ അടുത്ത് കൊണ്ടുപോകണം, എന്നെ അച്ഛനെ കൊണ്ട് കൈവെപ്പിക്കണം. എന്നാൽ എനിക്ക് അച്ഛൻ്റെ കൈവപ്പ് കിട്ടിയാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും. ഇങ്ങനെ തന്നെ ഞാൻ തീർത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ആ കിടക്കയിൽ. എന്നെ 4 പേര് പിടിച്ചാലേ എനിക്ക് എന്തിനും സാധിക്കത്തുള്ളായിരുന്നു. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് എഴുന്നേൽക്കാനോ ഒരാൾ പിടിച്ച് എഴുന്നേൽപ്പിക്കാനോ സാധിക്കുന്ന ഒരവസ്ഥ അല്ലായിരുന്നു എൻ്റേത്. അങ്ങനെ ആയിരിക്കവേ എനിക്ക് 17 ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് 17 ദിവസമായപ്പം എൻ്റെ മക്കൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ജോസഫച്ചനെ കാണാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്നു. എന്നെ എത്രയും പതുക്കെ കൊണ്ടുവന്നതാ. അപ്പോൾ ഏറെ വൈകി. അന്നേരവും ഞങ്ങളുടെ മനസ്സിൽ അൾത്താരയിൽ ജോസഫച്ചൻ കാണണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വന്നപ്പം ആദ്യം ഓടി വന്ന് നോക്കിയത് അച്ഛൻ അൾത്താരയിലുണ്ടോ എന്നാ. അപ്പോൾ അച്ഛൻ അൾത്താരയിലുണ്ട്. അത് കണ്ടപ്പം തന്നെ സമാധാനമായി. എൻ്റെ മോൾ പോയി കൂപ്പൺ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊടുത്ത്. അച്ഛൻ എന്നെ ഇങ്ങോട്ട് കയറ്റുന്ന സമയത്താണ് ശരിക്കും അച്ഛൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുന്നത്. അച്ഛന് എളുപ്പം തന്നെ ഇരുന്നിടത്തുനിന്ന് ഓടി വന്നിട്ട് ചോദിച്ചു, മോളെ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അച്ഛാ ഇന്ന കണക്ക് അപകടം പറ്റിയതാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ഞാൻ പറയാതെ തന്നെ അച്ഛൻ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയ മസിലുകളും എല്ലാം തിരിച്ചു വരട്ടെ. എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം 39 വർഷം ഞാൻ അർപ്പിച്ച പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ ജീവൻ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ജീവൻ പ്രാപിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇത്രയും എനിക്ക് കൈ ഉയർത്താം. എൻ്റെ ഈ കൈ ഇത്ര മാത്രം സുഖം പ്രാപിച്ചു. അച്ഛൻ പറഞ്ഞു, മോള് വന്ന് സാക്ഷ്യം പറയണമെന്ന്. ഞാൻ ഇന്ന് വന്നതാ സാക്ഷ്യം പറയാനായിട്ട്. എൻ്റെ അച്ഛനിൽ വസിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രിയും ചോദിച്ച്, ആരാപ്പ അച്ഛനിൽ ഇത്രയും ദൈവികത്വം? അപ്പോൾ എനിക്ക് മനസ്സിലായി, അച്ഛനല്ലിത്, അമ്മ മാതാവാ. അമ്മ മാതാവ് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് അച്ഛൻ വെച്ചപ്പം ഞാൻ ഇത്രയും സുഖം പ്രാപിച്ചത്. അതുവരെ എൻ്റെ ശരീരത്തിൽ നിന്ന് വാട വരുന്നുണ്ടായിരുന്നു, പഴുപ്പിൻ്റെ. അച്ഛൻ ആ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ വിട്ട് ആ രാത്രി പാതിരാത്രിയായപ്പം എൻ്റെ ഈ കെട്ട് തനിയഴിഞ്ഞ് താഴെ പോയി. 17 ദിവസമുള്ളപ്പം 21 ദിവസമാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 21 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ലെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഒഴുകി വന്ന് എൻ്റെ അച്ഛനിലൂടെ എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുമ്പം ഞാൻ അമ്മ മാതാവിനോടും ഈശോയോടും മാപ്പ് ചോദിക്കുന്നു. എനിക്ക് തന്ന മുൻകാലങ്ങളിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ സാക്ഷ്യം പറയാതെ പോയ എല്ലാ അവസ്ഥകളെയും ഓർത്തുകൊണ്ട് ഞാൻ അമ്മയോടും മാപ്പ് ചോദിക്കുകയായി ആൾത്താരെ കയറിയെന്ന്. അമ്മ മാതാവ് എനിക്ക് മാപ്പ് തരണേ. ഞാനിപ്പം രക്ഷിത പ്രവർത്തനം ഒന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ നാളെ ആയുള്ളൂ. അപ്പം ഈ നിത്യബലിക്കോ അങ്ങനെയൊന്നും പോകത്തില്ല. പിന്നെ ഇപ്പം 2-3 ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി
ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊമ്പസാരം കുർബാനയൊക്കെ തന്നായിരുന്നു. അല്ലാതെ ഒരു പ്രാവശ്യം കൊമ്പസാരിച്ച് ഇപ്പം ഇത്തിരി നേരം ഇരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലും. അല്ലാതെ എന്നെക്കൊണ്ട് ഒത്തിരി ഒന്നും പറ്റത്തില്ല. എന്നാലും എൻ്റെ ഒത്തിരി ഭാഗങ്ങളിൽ എല്ലാ വേദനകളും മാറ്റിത്തന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എനിക്ക് ഇത്രയും വലിയ ഒരാപത്ത് പറ്റി ഞാൻ കിടക്കുമ്പം എൻ്റെ മക്കളെല്ലാം ഓടി വരുമ്പം ടേബിളിലിട്ടേക്കുന്ന ഞാൻ ദൈവമാതാവിനെയും ഈശോയെയും ഈശോ മറിയ ഔസേപ്പിനെയും സർവ്വവിശുദ്ധരെയും എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന എന്നെ മാത്രം അവർ കണ്ടത്. ഒരിക്കലും ഞാൻ കരയുന്നതായിട്ട് അവർ കണ്ടിട്ടില്ല. എന്നെ കരയിച്ചില്ല. എൻ്റെ ഈശോയും അമ്മയും എനിക്കൊരു വേദനയും വരുത്തിയില്ല. ഞാൻ വേറൊരു അവസ്ഥയിലൂടെ എന്നെ വഴി നടത്തി. അത്രയും വലിയൊരവസ്ഥ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരത്തില്ലെന്നാണ് ഡോക്ടർ പോലും പറഞ്ഞത്. അവിടുന്ന് എനിക്ക് പുതുജീവൻ തന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മാതാവിനും ഞാൻ നന്ദി പറയുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പ് നൽകുന്നു. അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഈ മകൾക്ക് പൂർണ്ണമായിട്ട് സുഖം പ്രാപിക്കുകയും ചെയ്തത്. പിന്നീട് ഈ മകൾ പറഞ്ഞത്, ബാരൂക്കിൻ്റെ പുസ്തകത്തിലെ 4-ാം അധ്യായം 28-ാം വചനം പറയുന്നത് പോലെ ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുകയാണ്. ഈ മകൾ ഇതുപോലെ തന്നെ ആ അസുഖത്തിൻ്റെ ആ പ്രശ്നങ്ങളുടെ നടുവിൽ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുകയും ഈശോയുടെ സ്നേഹവും സാന്നിധ്യവും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുകയാണ് ഈ മകളുടെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്. ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നമുക്ക് അസാധ്യമായി തോന്നുന്ന കാര്യങ്ങളാണ് ദൈവത്തിന് സാധ്യമാക്കി തരുന്നത്. അത് ഈ ഉടമ്പടിയിൽ മാത്രമാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കൾക്കൊരു സുരക്ഷിതത്വമാണ് ഈശോയും അമ്മയും നൽകുന്നത്. അമ്മയുടെ സംരക്ഷണത്തിൽ ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയാണ് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ മകളുടെ കാര്യവും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കൈവപ്പ് ശുശ്രൂഷ വഴി അച്ഛൻ അമ്മയോട് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇക്കാര്യം ഉടമ്പടി എടുത്ത് ഉടനടി ഈ മകൾ ഉടമ്പടി എടുത്തായിരുന്നു. പിന്നീടാണ് ഒരു തീഷ്ണതയോടെയുള്ള ഉടമ്പടി ജീവിതം നയിക്കാനായിട്ട് തീർച്ചപ്പെടുത്തിയപ്പോഴാണ് വീണ്ടും ഒരു പുതിയ ജീവൻ നൽകിയത്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വചനം പറയുന്നത് പോലെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ്. നമ്മുടെ ഓരോ ഉടമ്പടി മക്കൾക്കും തളർന്നു വരുന്ന ഓരോരുത്തർക്കും ബലം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വചനം പറയുന്നത്, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലിന് ശക്തി പകരുകയും ചെയ്യുന്നു. ഈ മകൾക്ക് തളർന്ന ജീവിതത്തിൽ, തളർന്ന ഫ്ലഷിൽ, അതായത് അസ്ഥിയായ ഫ്ലഷിൽ ഒരു പുതിയ ജീവൻ നൽകിയാണ് ദൈവം അനുഗ്രഹിച്ചത്. ഈശോയും അമ്മയും കഴിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണിത്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്നാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വചനം പറയുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മനുഷ്യരുടെ മുമ്പിൽ ഒരു പക്ഷേ ഒരു വലിയ ആക്സിഡൻ്റ് ആവാം, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവമെല്ലാം ഏറ്റെടുത്ത് നമ്മളെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉണങ്ങിയ അസ്ഥിക്ക് ജീവൻ നൽകുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതവും കൂടുതൽ തീഷ്ണതയോടെ വിശ്വസ്തയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. മേഴ്സി സെബാസ്റ്റിന് ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശു പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാനായി എന്നെ വിളിച്ചു നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശൈലജ. ഇതെൻ്റെ മോൻ അമിത്. ഞങ്ങൾ വരുന്നത് മുംബൈയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 2024 ജൂൺ 1-ാം തീയതിയാണ്. അതിനുള്ള കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ചേച്ചി എനിക്കൊരു പത്രം തന്നു. ആ പത്രത്തിലെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രശ്നങ്ങളെല്ലാം അമ്മ മാതാവിലൂടെ എനിക്ക് സാധിച്ചു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമായി. കാരണം എനിക്ക് കൂടുതൽ അറിവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെ പോകും, പള്ളിയിൽ എങ്ങനെ വരും, അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അമ്മയോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ കേട്ട് തുടങ്ങി. ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ബോംബെക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നും അമ്മയുടെ അടുത്ത് പറയും, അമ്മ എന്നെ വിളിച്ചാൽ ഞാൻ വരും, അല്ലാതെ എനിക്ക് വരാൻ പറ്റില്ല, അമ്മയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ജൂൺ മാസത്തിൽ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൽ ഞാൻ എൻ്റെ മോന് ജോലിയെക്കുറിച്ച് വെച്ചിരുന്നു. അത് അമ്മ ആ മാസം തന്നെ എനിക്ക് ജോലി മോന് കൊടുക്കുകയും അത് അത്ര ശമ്പളമുള്ള ജോലി ആയിരുന്നില്ല. അപ്പോൾ ഞാൻ അമ്മയോട് വീണ്ടും പ്രാർത്ഥിച്ചു. 1 മാസത്തിനുള്ളിൽ അമ്മ വീണ്ടും നല്ലൊരു ജോലി കൊടുക്കുകയും ചെയ്തു.
അപ്പോഴും എൻ്റെ ആരോഗ്യ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കോവിഡ് വന്നതിന് ശേഷം ഒരു വൈറൽ ഫീവർ വന്നു. കോവിഡ് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വൈറൽ ഫീവർ വരികയും അതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി വെയിറ്റ് ലോസ്, ഹെയർ ലോസ്, അതുപോലെ വായിലെ തൊലി പോവുക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. മുടിയെല്ലാം ഒത്തിരി പോയി. അങ്ങനെ വീടിനുള്ളിൽ അടയ്ക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. എനിക്ക് പുറത്ത് പോകാനോ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാലല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് വീടിനുള്ളിൽ തന്നെ ഞാൻ കഴിഞ്ഞു. കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി, ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. അപ്പോൾ അവരൊക്കെ പറയുന്നത് വിറ്റാമിൻ ഡെഫിഷ്യൻസിയാണ്, അല്ലാതെ മറ്റു കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് പുതുക്കാനായിട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ ഡയഗ്നോസിസ് എന്താണെങ്കിലും എനിക്ക് അമ്മ പറഞ്ഞു തരണം. കാരണം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റണില്ല, അത്ര ടെൻഷനാണ്. ഭക്ഷണം കഴിക്കാൻ കൊതിയാണ്, കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ല. വായിലെ തൊലി പോകുന്നു, ഒത്തിരി ബ്ലഡ് വരുമായിരുന്നു, പല്ലൊക്കെ തേക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നും നാവിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അച്ഛൻ പറയേണ്ട ജോസഫ് അച്ഛൻ പറഞ്ഞു, ഇത് ഒരു മകള് നാവിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് മനസ്സിലാവണില്ല എന്ന് അതെൻ്റെ ചേച്ചിയും എൻ്റെ ഹസ്ബൻഡും ഒക്കെ കേൾക്കാനിടയായി. അപ്പോൾ തൊട്ടിട്ട് എനിക്ക് വിശ്വാസമായി അത് എൻ്റെ കാര്യം തന്നെയാണ് അമ്മ പറഞ്ഞതെന്ന്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള കൊതിയായി. അന്ന് ഞാനിട്ട് മത്സ്യം ചേച്ചി മേടിച്ചിട്ട് വന്നത് ഉണ്ടാക്കി തന്നു, എനിക്ക് കഴിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ നാക്കിലത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 3-4 വർഷക്കാലം ഞാൻ അങ്ങനത്തെ ഒരു ഭക്ഷണമാണ് കഴിച്ചത്. അതിൻ്റെ പേരിൽ എൻ്റെ വെയിറ്റ് വളരെയധികം കുറഞ്ഞു. പിന്നെ എൻ്റെ തുടയിലൊരു അരിമ്പാറ പോലെ വന്നു. പക്ഷേ കേൾക്കുമ്പോൾ ഒരു നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അത് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ സാക്ഷ്യത്തിലൂടെ ഓരോരുത്തരും പറയേണ്ട ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ മാറുന്നുണ്ടെന്ന് ഞാനും അങ്ങനെ ചെയ്തു. 2-3 ദിവസം കൊണ്ട് അതങ്ങനെ തന്നെ പറഞ്ഞു പോയി. 3-4 വർഷമായിട്ടുള്ളതായിരുന്നു. പിന്നെ 22 വർഷമായിട്ട് എനിക്കൊരു പൈൽസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാറും, കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും വരും, പിന്നെ അങ്ങനെ തന്നെ അങ്ങനെ കുറേ വർഷങ്ങൾ പോയി. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ അത് പെട്ടെന്ന് എങ്ങനെയാണ് മാറിയെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ഓർക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇത് ഈശോയും മാതാവും എനിക്ക് സാധിച്ചു തന്നതാണ്. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളാണ് ബോംബെയിലാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എങ്കിലും ഞാൻ അവിടെ അനാഥ മന്ദിരത്തിൽ ഓർഫണേജ് ഉണ്ട്, അവിടെ ഒരു 9 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ പോയിട്ട് അവിടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും അവർക്ക് നാക്സും അവർക്ക് വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉടമ്പടി വസ്തുക്കളെല്ലാം അവർക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് മരുന്ന് ഒരു കുട്ടിക്ക് ഒരു മാസത്തേക്കുള്ള ഫുൾ മെഡിസിൻസ് എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവർക്ക് സഹായിക്കാൻ പറ്റി. പിന്നെ ഹിന്ദി, മറാഠി, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയുള്ള പത്രങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് അവിടെ എല്ലായിടത്തുനിന്നും നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റണില്ല. എങ്കിൽ പോലും ഞാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഓരോ സാക്ഷ്യങ്ങൾ ഞാൻ ഓരോ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ മോൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അപ്പോൾ അത് പോയോ അത് ക്ലിയർ ആയോ എന്ന് എനിക്ക് അറിയില്ല, അത്ര ടെൻഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ മൊബൈൽ എടുത്ത് നോക്കി, എങ്ങനെ അറിയും, ആരോടെ ചോദിക്കുക, ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ മൊബൈൽ നോക്കിയപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് എൻ്റെ ഗ്രൂപ്പിൽ ഒരു ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് എൻ്റെ പേര് വന്നിരിക്കണു. അപ്പോൾ അത് ആരാണെന്ന് എനിക്കറിയില്ല. അഡ്മിൻ്റെ നമ്പറിൽ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു. അത് ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചേച്ചിയായിരുന്നു, ഒരു ആശ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവരുമായിട്ട് ഞങ്ങളെപ്പോഴും ഗ്രൂപ്പിൽ മെസ്സേജുകൾ അയക്കുകയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരികയും അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ആ ചേച്ചി എനിക്ക് പത്രം ഉണ്ടായിരുന്നില്ല, അവരെനിക്ക് പത്രം അയച്ചു തരികയും ആ പത്രം ഞങ്ങൾ ബോംബെയിൽ തന്നെ ഒരു പള്ളിയിൽ പോയി കൊണ്ടു കൊടുത്തു. അവിടെ കൊണ്ടു കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ സ്റ്റോളുകളിലെല്ലാം ഇവിടുത്തെ എല്ലാ ലാംഗ്വേജിലുള്ള പത്രങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ അത് കൊടുക്കാൻ പറ്റി. പിന്നെ അവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ളൊരു കുട്ടിക്ക് സുഖമില്ലാത്ത അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ എനിക്ക് പൈസ കൊടുത്ത് സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യം ആർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എന്നോട് ചോദിച്ചാൽ എനിക്ക് കൊടുക്കാനൊരു മടിയുണ്ടായിരുന്നില്ല. നേരത്തെ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്ക് അതെങ്ങനെ കൊടുക്കുക അങ്ങനെയുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല. ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഞാൻ പൈസ എന്തെങ്കിലും കയ്യിൽ കരുതിയിട്ടുണ്ടാവും. ഇതെല്ലാം എനിക്ക് ഇങ്ങനെ ആക്കി തന്നത് എൻ്റെ മാതാവ് ഈശോയിലൂടെയാണ്. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാൻ ഈ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഉടമ്പടി തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായാലും ആരൊക്കെ എന്നെ വിട്ടു പോയാലും ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ആ രീതിയിൽ ഞാൻ ജീവിച്ചോളാം. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ അമ്മേനെ സമർപ്പിച്ച് ഞാൻ ജീവിക്കും.
എൻ്റെ ഈശോയിലും മാതാവിലും ഒത്തിരി ഒത്തിരി ഞാൻ സ്നേഹിക്കുന്നുണ്ട്. 1000 നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ശൈലജ നായർ എന്ന ഈ സഹോദരി മകൻ അമിത്തിനോടൊപ്പം വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ ഈശോ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നമ്മെ സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയ ദൗത്യം ഏറ്റെടുത്തതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾക്ക് പറയാനുള്ളത്. യൂട്യൂബിലൂടെയും കൃപാസനം പത്രത്തിലൂടെയും പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേട്ടറിഞ്ഞ് തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ഈശോയെ സമീപിക്കുക, പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിക്കുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബോംബെയിൽ നിന്ന് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത്. ഈ മകൾക്ക് ഉടമ്പടി ഉടൻ പരിഹാരമാണെന്ന് തൻ്റെ മകൻ്റെ ജോലി അസ്വസ്ഥതകളിൽ നിന്ന് മകന് വളരെ പെട്ടെന്നൊരു ജോലി ആവശ്യമായിരുന്നു. താൻ യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തനിക്ക് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടും ദൈവസ്നേഹത്തോടും കൂടി മുന്നേറിയപ്പോഴാണ്, ഉടമ്പടി ജീവിച്ചപ്പോഴാണ് വലിയ അത്ഭുതങ്ങൾ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ ഡെയിലി ബ്രെഡിലൂടെ കൃത്യമായ സന്ദേശം ഏറ്റെടുക്കുകയും അത് പറഞ്ഞ ദിവസത്തിൽ മുൻപ് തന്നെ ഈ മകളുടെ അസ്വസ്ഥതകൾ, നാവിലുള്ള തൊലി പോകുന്ന ഒരു അസുഖം സൗഖ്യപ്പെടുകയും ഈ മകൾ പറയാൻ വിട്ടുപോയ ഒരു വലിയ ഒരു കാര്യമാണ് മകളുടെ മുടി വെളുത്താണ് ഇരുന്നിരുന്നത്. ഈ മകളുടെ മുടി ഇന്ന് ഡൈ ചെയ്തതല്ല, അത് കറുത്തതാണ്, തനിയെ കറുത്തു വന്നതാണെന്നുള്ളൊരു വലിയ അവസ്ഥയെക്കുറിച്ച് മകൾ ഏറ്റു പറഞ്ഞിരുന്നു. അത് പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ നാം എത്ര തന്നെ പരിശ്രമിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാകാൻ നാം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈശോ തന്നെ നമുക്ക് നൽകുന്ന സൗഖ്യങ്ങളുണ്ട്. അതാണ് ഇന്ന് ശൈലജയ്ക്ക് ഇവിടെ ഏറ്റു പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രബോധനങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ 15-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന ഒന്ന് മാത്രമാണ്: നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് നൽകും. കാരണം നാം ഈശോയെ നാം മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റുപറയുമ്പോൾ പിതാവിൻ്റെ മുൻപിൽ അവിടുന്ന് നമ്മെ ഏറ്റുപറയും. അതിനുവേണ്ടി നമുക്കൊന്നു മാത്രമേ ചെയ്യാനുള്ളൂ: എൻ്റെ സ്നേഹത്തിൽ, ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കുക. അതാണ് ഈ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. ശൈലജ പറഞ്ഞതുപോലെ ഇനി എനിക്ക് ഒന്നും വേണ്ട, ഒരു ലെവലിലേക്ക്, ഹയർ ലെവലിലേക്ക് എത്തിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഉടമ്പടി ജീവിതത്തിൽ ഇനി എനിക്കൊന്നും ആവശ്യമില്ല, എനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ ആ സന്തത സഹചാരിയായി ജീവിക്കുവാനും ഈശോ എന്നിൽ വസിക്കുന്ന ഒരു വലിയ ജീവിതാനുഭവം മാത്രം മതി, ബാക്കിയുള്ളതെല്ലാം എനിക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു, എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസദാർഢ്യം ഒരു ഏറ്റുപറച്ചിലാണ് ഈ മകളോട് ഏറ്റുപറയുന്നത്. നിത്യരക്ഷയും അനുദിന ജീവിതവും ഉടമ്പടി വഴി നമുക്ക് ഉറപ്പായി നൽകും എന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ ഈ മകളേറ്റു പറയുകയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്നുള്ള പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ശൈലജ ഇന്ന് ലോകത്തോട് പല ഭാഷകളിലുള്ള പത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയി നമുക്ക് രക്ഷയ്ക്കായി ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. ശൈലജയിലും കുടുംബത്തിലും ഇന്ന് ക്രിസ്തു രൂപപ്പെടുമ്പോൾ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നു എന്നുള്ളൊരു വലിയ സത്യം ഏറ്റുപറയുവാനും യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞിട്ട് ഉടമ്പടി തൈലം പൂശുമ്പോൾ അവർക്കെല്ലാം സൗഖ്യം ലഭിക്കുന്ന വലിയ ജീവിതാനുഭവം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വലിയ ആത്മീയ അധികാരം കൂടി ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ചവിട്ടി നടക്കാനും സകല ശത്രുക്കളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ള അധികാരം ഇന്ന് ശൈലജ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഉടമ്പടിയുടെ വിശ്വസ്തയോടുകൂടിയുള്ള ജീവിതത്തിലാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഞങ്ങളുടെ എല്ലാ ജീവിത അസ്വാസ്ഥ്യങ്ങളെയും ദുരന്തങ്ങളെയും. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം: സ്വർഗത്തിൽ ഞാനൊരു അടയാളം കണ്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങളിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. എറണാകുളം ജില്ലയിൽ പുതുവൈപ്പിടവകയിൽ നിന്ന് വരുന്നു. എൻ്റേത് 2ാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് പരിശുദ്ധ മാതാവ് ഈ കൃപാസന അമ്മയുടെ അൾത്താരയിൽ മുന്നിൽ നിന്ന്
ഈ സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എൻ്റെ പേര് ജോബ് മാനുവൽ. ഞാൻ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ 2020 ഉടമ്പടി എടുക്കുന്നത്. അതെനിക്ക് വിജയിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ 2023 ഞാൻ വന്ന് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. കാരണം ഞാൻ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ജോലി കിട്ടാനായിട്ട് എനിക്ക് വളരെ പ്രയാസമായിരുന്നു. കാരണം എനിക്കൊരു 5 വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ എൻ്റെ ഒരു അമ്മച്ചിയുടെ മരണത്തോടനുബന്ധിച്ച് എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ വന്നു. പിന്നെ എനിക്ക് അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പല കമ്പനികളിൽ പോയാലും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് പോരേണ്ട വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ കുടുംബത്തിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ എൻ്റെ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് സൗദിയിലേക്ക് നല്ലൊരു ജോലി കിട്ടിയത്. സൗദിയിൽ പോയി അത് അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് 2 ട്രിപ്പ്, അത് 10 മാസവും 9 മാസമൊക്കെ ജോലി ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് തിരിച്ച് ഞാൻ സൗദിയിലേക്ക് പോയതിന് ശേഷം എനിക്കൊരു വളരെ ടെസ്റ്റ് സംഭവിച്ചു. ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ആ ടെസ്റ്റും പിന്നെ ഒരു ടിസ്റ്റുമായിട്ട് മാറി. അത് എനിക്ക് എൻ്റെ കുടുംബത്തിലും വളരെ ഒരു വിശ്വാസത്തിലേക്കും വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിഞ്ഞു. അതായത് ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ എനിക്ക് ഒരു തലകറക്കമുണ്ടായി. അങ്ങനെ ഞാൻ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ലോ പ്രഷറാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, കമ്പനിയോട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് ആവശ്യപ്പെട്ടെങ്കിൽ അവർ അത് ചെയ്തു തന്നില്ല. അവർ പറഞ്ഞു, നീ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു വരാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ നിർബന്ധം മൂലം ഞാൻ നാട്ടിലേക്ക് പോന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഒരു മാസം എൻ്റെ ഒരു കുടുംബ ഡോക്ടർ വഴിയായിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഞാൻ ഫിസിക്കൽ ഓക്കെ ആയി. ഞാൻ തിരികെ പോകാനായിട്ട് അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കി മെസ്സേജ് അയച്ചു. എന്നാൽ എനിക്ക് മറുപടി ഒന്നും വന്നില്ല. അപ്പോൾ ഞാനത് എൻ്റെ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടു അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, തനിക്ക് 56 വയസ്സായി, ഇനി തന്നെ കമ്പനിക്ക് വേണ്ട എന്ന്. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ പ്രയാസമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു. ഞാൻ അങ്ങനെ ഞങ്ങൾ കുടുംബവും വളരെ മാനസികമായിട്ട് വിഷമിച്ചു. കാരണം ഈ അവസാന കാലഘട്ടത്തിലൊരു കച്ചിത്തിരുമ്പെന്ന പോലെ, ഒരു പ്രത്യാശയെന്ന പോലെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്കൊരു ജോലി കിട്ടി, അത്യാവശ്യം മോശമില്ലാത്ത ശമ്പളത്തിന്. എന്നിട്ട് എനിക്ക് വീണ്ടും എനിക്ക് പോകാൻ കഴിയാത്ത വണ്ണം സംഭവിച്ചിരിക്കുന്നു. അപ്പം ഞാനിവിടെ വന്നു മാതാവിനോട് ചോദിച്ചു, അമ്മേ, ഉടമ്പടി എടുത്തിട്ട് പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? അമ്മ മിണ്ടുന്നില്ല. ഞാനെങ്ങനെ അച്ഛൻ്റെ ടോക്കുകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കും. ഉടമ്പടി കാരുണ്യ പ്രവൃത്തികൾ പറയുന്ന പോലെ മുടക്കില്ലാണ്ട് ചെയ്യുന്നുണ്ട്. അതിനെനിക്കൊരു മടിയുമില്ല, പത്രം കൊടുക്കാനും. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും എൻ്റെ അവസ്ഥക്ക് മാറ്റം വന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തും, ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഞാനങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ ടോക്കിൽ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു, 56 വയസ്സ്, 56 എന്നുള്ളൊരക്കം ഉള്ള ചില വ്യക്തികളെ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു ടോക്ക് ഞാൻ കേട്ടു. അപ്പോൾ ഞാനത്, എനിക്ക് 56 ഏജായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ. അപ്പം ഞാനാണെന്ന് അങ്ങോട്ട് വിശ്വസിച്ചു. അതിന് ശേഷം ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു വാണ്ടഡ് കണ്ട് ഞാൻ അയച്ചു. അത് ഷാർജ കസ്റ്റംസ് പോർട്ടിലേക്കാണ്.
കിട്ടുമെന്ന് വിചാരിച്ചതല്ല, എന്തോ എനിക്ക് തന്നെ അങ്ങനെ തോന്നി വിടണമെന്ന്. വിട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ എന്നെ കോൾ ചെയ്തു. നിങ്ങളുടെ ബയോഡാറ്റ കണ്ടു, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ സ്കൈപ്പ് ഇൻ്റർവ്യൂ ചെയ്യാം. സ്കൈപ്പ് ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കാമെന്ന്. ഞാൻ സമ്മതിച്ചു. എന്നാൽ സ്കൈപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ പേടിയാണ്. കാരണം ഇംഗ്ലീഷിന് എനിക്ക് വലിയ പിടുത്തം, അത് ഇംഗ്ലീഷിൽ കുറേ വീക്കാണ് ഞാൻ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവ് വന്നിരുന്ന് ഈ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാക്കി തരണം. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അച്ഛൻ പറയുന്നത് പോലെ ഞാനത് പറഞ്ഞുകൊണ്ട് നടന്നു. കാരണം എനിക്കൊരു യോഗ്യതയില്ല. കാരണം മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുകയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞതിനെല്ലാം ഞാൻ മറുപടി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തന്നെപ്പോലൊരാളെയാണ് ഞങ്ങൾക്ക് ആവശ്യം, ജോലിയുടെ സർട്ടിഫിക്കറ്റ് അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. 1 മാസം വെയിറ്റ് ചെയ്തിട്ടും വന്നില്ല. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, കാരണം തൻ്റെ ഏജ് വിഷയമാണ്, 56 വയസ്സിൽ ഒരു വിഷയമാണ്, അതുകൊണ്ട് താൻ വെയിറ്റ് ചെയ്യ്, വേറെ ആരും വരുന്നില്ലെങ്കിൽ തന്നെ കോൾ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 മാസം വെയിറ്റ് ചെയ്തു, 3 മാസം വരെയും വെയിറ്റ് ചെയ്തു, വിളിച്ചില്ല. ഞാൻ എങ്ങനെ വീട്ടിലെല്ലാവർക്കും ആകെ ഇടർച്ചയായി. ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂലല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ മദ്രാസിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴി വണ്ടി കയറാനായിട്ട് ട്രെയിൻ കയറി അവിടെ ഒരു ജോലി അന്വേഷിക്കാനായിട്ട് പോകാനായിട്ട് ബുക്ക് ചെയ്യാൻ പോകുന്ന നിമിഷത്തിൽ എനിക്ക് ഷാർജ പോർട്ടിൽ നിന്ന് കോൾ വരികയാണ്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പറയണം എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കയറി പോരെന്ന് പറഞ്ഞു. കാരണം ഈ 56-ാമത്തെ വയസ്സിൽ പരിശുദ്ധ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഗവൺമെൻറ് ജോലിക്കായിട്ടാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. കാരണം സൗദിയിൽ നിന്ന് ഇത്രയും വിഷയമുണ്ടായി തിരിച്ചു വന്നതും എല്ലാം മാതാവ് ഒരു ടെസ്റ്റിന് വേണ്ടി ഒരുക്കുകയായിരുന്നു, വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്കും വിശ്വാസം വന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച മറ്റു കാര്യങ്ങളെല്ലാം എനിക്ക് ദൈവം നടത്തി തന്നു. എൻ്റെ മകൾക്ക് അവൾ IT മേഖലയിലാണ്. അപ്പോൾ ആദ്യം കിട്ടിയ കമ്പനിയിൽ വളരെ കുറഞ്ഞൊരു ശമ്പളത്തോടെ കിട്ടിയിരുന്നത്. പക്ഷേ അതിനുശേഷം അവൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി, നല്ലൊരു കമ്പനി കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതുപ്രകാരം അവൾക്ക് ഒരു അമേരിക്കൻ കമ്പനിയിൽ നല്ല ജോലി ലഭിക്കുകയും അതുപോലെ അവൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യാനുള്ള ഒരു ഇത് അവർ നൽകുകയും ചെയ്തു. ഇതിനെല്ലാം ഞാൻ എൻ്റെ ദൈവമായ കർത്താവിന് ഈ സന്നിധാനത്തിൽ ഇന്ന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ ഇവിടെ കേൾക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പലതവണ വീണാലും എഴുന്നേക്കും. നീതിമാൻ എത്ര തവണ വീണാലും എഴുന്നേക്കുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ. അതുപോലെ നമ്മൾ വീണാലും എഴുന്നേക്കണമെങ്കിൽ ഒരു ടിപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ്റെ ടോക്ക് ഇന്ന് ലോകത്തിൽ തന്നെ അച്ഛന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ഉടമ്പടി ഈ ജനങ്ങളിലേക്ക് കൊടുക്കാനായിട്ട്, ഇത് മനസ്സിലാക്കി കൊടുക്കാൻ. കാരണം ഞാനിത് മനസ്സിലാക്കുന്നത് ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഞാൻ വായിക്കുമ്പോൾ ഉൽപ്പത്തിയെക്കുറിച്ച് പറയാത്ത ഭാഗങ്ങളില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉടമ്പടി എന്നുള്ളത് ഉടനടി ദൈവം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. ദൈവമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം നമ്മളാണിത് മടിച്ചു നിൽക്കുന്നത്, രക്ഷപ്പെടാൻ തടസ്സം നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നത്
ഞാനിവിടെ ഇല്ല, ഞാൻ ഷാർജയിലേക്ക് പോകുമ്പോഴും വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോഴും എൻ്റെ ജീവിത പങ്കാളിയും മക്കളും കൂടി ആഴ്ചയിലൊരിക്കൽ ഭക്ഷണം ഉണ്ടാക്കി സിറ്റിയിൽ ആരും ഇല്ലാത്തവർക്ക് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രം, ഞാനിവിടെ നിന്ന് അറബി പത്രം, തമിഴ്, ഹിന്ദി എന്നീ പത്രങ്ങൾ വാങ്ങി അവിടെ ഷാർജയിൽ പള്ളികളിൽ അവിടെ അവരുടെ കൈകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യാനായിട്ടാണെങ്കിലും എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ സന്നിധാനത്തിൽ വന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഈ ഉടമ്പടി പാലിച്ച് മുന്നോട്ട് പോകാനുമുള്ള കൃപയും നൽകിയതിന് എൻ്റെ പരിശുദ്ധ കൃപാസന പ്രസാദപരമാ അമ്മയ്ക്കും എൻ്റെ ദൈവകുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഞാൻ നിർത്തുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ജോബ് എന്ന ഈ സഹോദരൻ തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി കണ്ടൻറ്റിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. 56 വയസ്സിൽ ഷാർജയിൽ ഒരു ഗവൺമെൻറ് ജോലി ലഭിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ഷാർജ കസ്റ്റംസ് പോർട്ടിൽ അദ്ദേഹത്തിന് ഗവൺമെൻറ് ജോലി ലഭിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം ഏറ്റുപറഞ്ഞത്. എല്ലാ സാധ്യതകളും വഴികളും അടയുമ്പോൾ ജീവനും വഴിയും സത്യവും ജീവനുമായ ഈശോ തന്നെയാണ് നമുക്ക് വഴി തുറന്നു തരുന്നത്, നമ്മുടെ വഴിയായിട്ട് വരുന്നത്. പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സമയച്ചുരുക്കത്തിലാണ് ഈ ജോലി അദ്ദേഹത്തിന് ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം സൗദിയിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി വളരെയധികം ഭാരപ്പെട്ടും വേദനയോടും കൂടി പ്രാർത്ഥിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത് തിരിച്ചു ചെല്ലുമ്പോൾ ഇനി സൗദിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ കൈമലർത്തി കൈയൊഴിഞ്ഞ ഒരവസ്ഥയിൽ വളരെ സങ്കടപ്പെട്ടപ്പോഴാണ് പരിശുദ്ധ അമ്മ ആ സങ്കടത്തിൽ നിന്ന് ഉത്തരമായി പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു ഭാവിയെ നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കുന്ന ഒരു ജോലി അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിത ഭാരങ്ങൾ എത്ര വലുതായാലും പരിശുദ്ധ അമ്മ അത് ലഘൂകരിച്ചു തരുന്നു. അതിന് അമ്മയ്ക്ക് അധികം സമയം വേണ്ട എന്നുള്ളതിൻ്റെയാണ് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങളുടെ ഏതു ദുരന്തത്തിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കാം, നിങ്ങൾക്ക് രക്ഷിക്കാനായി എൻ്റെ ദൈവകുമാരൻ നിങ്ങൾക്കായി രക്ഷകനായിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ഉറപ്പാണ് ഉടമ്പടിയിലൂടെ നമുക്ക് നൽകുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ നിർവചനങ്ങൾ ഉടമ്പടിയെക്കുറിച്ചുണ്ട്. ഒരുപക്ഷെ അത് ദൈവസ്നേഹത്തിൽ ആഴപ്പെടുന്ന ഒരു പ്രാർത്ഥനാ രീതിയാകാം, ഒരുപക്ഷെ അത് ഒരു റിലിജനേക്കാൾ അതൊരു ഗാഢമായ ബന്ധത്തെക്കുറിച്ചാകാം. ഓരോരുത്തർക്കും അവരവരുടേതായ ഈശോ ആരാണെന്ന്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് പത്രോസ് നൽകിയതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഈശോയെ വിളിക്കാനുള്ള ഒരു പുതിയ പേര്, ഈശോയെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പുതിയ സാഹചര്യങ്ങൾ, അത്ഭുതങ്ങൾ നമുക്കെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമ്മുടെ ഗ്രീൻ സൈൻ ഈശോയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് കാത്തിരിക്കാം. കാരണം സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, സ്നേഹം എല്ലാം കാത്തിരിക്കുന്നു, സ്നേഹം ദീർഘക്ഷമയുള്ളതാണെന്നെല്ലാം നാം വായിച്ചെടുക്കുന്നു. ഈശോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ജോബിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ജോലിക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ വളരെ നാളായി ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക്